അസ്സലാമലൈക്കും. കിഡ്സ് ബണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ ഹനീനെ സ്കൂളും വിട്ട് വരാൻ സമയമായിട്ടുണ്ട്. അപ്പം ഞാനും ഹാലിമും കൂടി വിളിക്കാൻ പോയതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് അവിടത്തേക്ക്. കറക്റ്റ് വീട്ടിൻ്റെ മുമ്പിൽ ഇറക്കി തരില്ല, കാരണം ബസ്സായതുകൊണ്ട് അവർക്ക് വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോകുന്ന വഴിയിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. സ്വതവേ ഞാൻ അവനെ വിളിക്കാൻ ഞാൻ പോക്കില്ല. പെങ്ങളുടെ കുട്ടിയും കൂടി ഉണ്ടാവരുണ്ട്. ആ സമയത്ത് അവൾ തന്നെയാണ് പോക്ക്, പെങ്ങളാണ് പോക്ക്. അപ്പോൾ ഇന്ന് അവളുടെ കുട്ടിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ല, ഞാനിനെ പോയിട്ടുള്ളൂ. അപ്പം ഞാനും ആലിമും കൂടി അവനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹാലിം ഇങ്ങനെ ഓരോ വെള്ളമൊക്കെ കാണുമ്പോൾ അവനിങ്ങനെ ഓരോ കാണിച്ചിട്ട് പറയുന്നുണ്ട്. ഹാലിം ഇപ്പോഴും പോകും കേട്ടോ, അധിക ദിവസവും ഹാലിം പോകാറുണ്ട്. പിന്നെ രാവിലെ വല്ലപ്പോഴും ഹനീന് പറയും ഇന്ന് എന്നെ കൊണ്ടാക്കി തരണം, ഉമ്മയാണ് കൊണ്ടാക്കി തരണ്ടേ. അന്നത്തെ ദിവസം മാത്രമേ ഞാൻ പോക്കുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒലിപ്പുണ്ട്. ഒരു പാറക്കെട്ടിന്ന് വരുന്നൊരു വെള്ളമായത്. അഴിയത്തല്ല, കുറച്ച് ദൂരമായിട്ടൊരു പാറക്കെട്ടുണ്ട്, അവിടെ നിന്ന് ഒലിച്ച് വരുന്നൊരു വെള്ളം. നല്ല വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവനെല്ലാ ദിവസവും പോകുന്നതുകൊണ്ടായിരിക്കും അവൻ കാണുന്നത്. ഞാൻ പോകാത്തതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ ഒരു മീനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് മീനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നേ അവനിക്ക് മീൻ കണ്ടപ്പോൾ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വെള്ളം അത്ര നന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് പിടിക്കണ്ട, ആദ്യം ഞാൻ ഇതാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടില്ലേ, മീൻ ഓടുന്നത്. പക്ഷെ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. അങ്ങ് ബാക്കിലോട്ടൊക്കെ ആയിട്ട് കുറേ മീനുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹനീന് വന്നതിന് ശേഷം പിടിക്കാമെന്നെല്ലാം പറഞ്ഞ് സമാധാനിച്ച്. പക്ഷെ ആലിമ ഭയങ്കര സന്തോഷത്തിലാണ് ഈ മീനുകളിങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ കാണുമ്പോൾ. ഹനീനും അങ്ങനെ തന്നെയാണ്. മീനിനോട് ഭയങ്കര ഇഷ്ടം. മീനെ ഇങ്ങനെ പിടിക്കാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്നേ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യം അവർക്ക് മീനിനെ പിടിക്കുക എന്നുള്ളത്. ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ അത്ര വലുതല്ല, എന്നാലും ജസ്റ്റ് ചെറുതിനേക്കാളും കുറച്ച് വലിയ മീനുകളുണ്ട്. പിന്നെ ഹനീൻ്റെ വണ്ടി വരുന്നത്. ഹനീൻ MES പഠിക്കുന്നത്, MES സ്കൂളാണ് പഠിക്കുന്നത്. ഹനീൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2 പേരും ഭയങ്കര ഒരു സ്നേഹപ്രകടനം ഉണ്ടാവും. കണ്ടില്ലേ, ആലിമിനെ ഹനീൻ അങ്ങ് എടുക്കണം. അതുവരെ കാണാതിരുന്ന സ്നേഹമൊക്കെ ആ സമയത്താണ് പുറപ്പെടുക. 2 പേരും അടിയൊക്കെ കൂട്ടും. അടി കൂടാത്ത മക്കളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ എന്നാലും 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. ഭയങ്കര കണക്കാണ്. ഹനീനെ പോകുന്ന സമയത്ത് ഇൻസൈഡൊക്കെ ആക്കിയിട്ടാണ് പോവുക. തിരിച്ച് വരുമ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി ഈ ഒരു രൂപത്തിലേക്ക് മാറും. ഇത് കണ്ടില്ലേ, ഇക്കാക്കാൻ്റെ മേത്തുനിന്ന് ഇക്കാക്കാന്ന് വിളിക്കും, ഇടയ്ക്ക് ഹനീനെന്നും വിളിക്കും. ഹനീനെ ആലിം ഇക്കാക്കാന്ന് വിളിക്കുമ്പം ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ വയറ്റിലുള്ള സമയത്തെ അവനിങ്ങനെ വയറിൻ്റെ മേലേക്ക് ഇങ്ങനെ പറയും ഇക്കാക്ക. അപ്പോൾ എന്നെയും കൂട്ടിയിട്ട് ആലിമ കാണിച്ചു കൊടുക്കുക ഇവിടെ മീനുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ബാഗൊക്കെ വെച്ച് അനീൻ്റെ ഈ ഷൂ ഒക്കെ അയച്ചു മാറ്റി വേറെ ചെരുപ്പിട്ട് അങ്ങനെ മീൻ പിടിച്ച് കൊണ്ടുവന്ന മീനായത് ഞാനൊരു ബോട്ടിലാക്കി കൊടുത്തു. ഞാൻ വിചാരിച്ചു ആരാഗ്രഹം അങ്ങ് സാധിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്കൊന്നുമില്ല കേട്ടോ പിടിച്ചു കൊടുത്തത്. വീട്ടിൻ്റെ അപ്പുറത്തുള്ള വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ലച്ചു എന്നും പറഞ്ഞിട്ട്. ആ കുട്ടിയെ സഹായിച്ച് അങ്ങനെ തോർത്തൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മീൻ പിടിച്ചത്. കണ്ടില്ലേ, ഒരു വലിയ മീനൊക്കെ കണ്ടില്ലേ. ഇതിലും വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇത് ഞാനൊരു ബോട്ടിൽ ആക്കി വെച്ചതാണ്. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഹനീന് ജലദോഷം ഉണ്ടായിരുന്നു, ആലിമിനെ പിടിച്ചു, ഇപ്പം എനിക്കും കൂടി പിടിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് മീൻ പിടിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് മഴ കൊണ്ടിരുന്നു. അതിനുശേഷമാണ് എല്ലാവർക്കും ജലദോഷം വന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ
പക്ഷെ ആദ്യം വീട്ടിൽ പെങ്ങളുടെ കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങളൊന്നും മഴ കൊണ്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജലദോഷം വന്നത്. മീനിങ്ങനെ സംഭവം ആ കുപ്പിയിൽ നിന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണുമ്പോൾ ഒരു രസമുണ്ട് സംഭവം. ഹനീന് ആലിമിനും ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് ഫുഡ് കൊടുക്കണം, ഫുഡ് വാങ്ങണം, ഇതൊക്കെ പറഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഭയങ്കര ബഹളമായിരുന്നു. ഫുഡ് വാങ്ങണം എന്നൊക്കെ. പക്ഷെങ്കിൽ നല്ലോണം വെള്ളത്തിൽ നല്ലോണം ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് എന്താക്കി ഒന്ന് സൈലൻ്റായിട്ട് നിന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിലൊരു ഫിഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്കിയൊക്കെ സാധാ പൊതുവെ നമ്മൾ കാണും പോലെ ഉള്ള പൊതുവെ കാണുന്ന അതേ ഒരു ഫിഷാണ്. പിന്നെ രാത്രിയായി ഡ്രസ്സൊക്കെ മാറി ആലിം കാണുന്നില്ലേ, അവൻ്റെ ഇറങ്ങിപ്പോക്ക് കണ്ടാൽ വിചാരിക്കും അവനെ ഇങ്ങനെ ഇറങ്ങാനേ അറിയില്ല, ഇങ്ങനെ അറിയാത്തത് കൊണ്ടാണ് അവനിങ്ങനെ എഴഞ്ഞ് പോകുന്നത്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, എല്ലാം ഉണ്ട് കുരുത്തക്കേടാ. അവന് വെറുതെ അങ്ങനെ ഇറങ്ങി കളിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ തിരിച്ച് വിളിക്കുന്ന സമയത്ത് സദാ കയറി വരികയും സാധാരണ പോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ആലിമിൻ്റെ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പം നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ശരി, ഓക്കെ, ബൈ, സി.